ഒരു പുതിയൊരു പിട്ടാപ്പള്ളി എന്നുള്ളൊരു ഫീലിലേക്കാണ് അവല് ഇനി വരാൻ പോണ ഒരു ട്രസ്റ്റഡ് കസ്റ്റമർ ആയിരിക്കും. അപ്പം അതുതന്നെയാണ് പിട്ടാപ്പള്ളീൻ്റെ സ്ട്രെങ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് അനീഷ് നായർ. ഞാൻ സോണീൻ്റെ ബ്രാഞ്ച് ഹെഡാണ്. കേരള ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യണു. സോണി തുടങ്ങിയ സമയത്ത് സോണീൻ്റെ ഓഫീസ് കേരളത്തിലില്ലായിരുന്നു, ബാംഗ്ലൂരിനായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 25 വർഷമായി സോണി കേരളത്തിൽ വന്നിട്ട്. അപ്പം ആ സമയം തൊട്ടിട്ട് തന്നെ പിട്ടാപ്പള്ളി നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോണിയുടെ ഇനീഷ്യൽ ഡേയ്സിൽ ഒരു 29 ഇഞ്ച് TV ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് ഒരു 29 ഇഞ്ച് വെക്കണമെങ്കിൽ നമുക്ക് ഓവർ 50,000 റുപ്പീസ് ആ സമയത്ത്, ഞാൻ പറയുന്നത് ഒരു 25 ഇയേഴ്സിൻ്റെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് പിട്ടാപ്പള്ളി ഈ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം മിനിമം ഒരു മാസം ഒരു 2 TV എന്തെങ്കിലും വിൽക്കണമായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. പിട്ടാപ്പള്ളീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പീറ്റർ സാറാണ്. അപ്പോൾ പീറ്റർ സാറായിട്ട് നമ്മൾ ഇപ്പം അവിടെ പോയിട്ട് കാണാനാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിലും പുള്ളി എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആണ്. നമ്മൾ എന്ത് സജഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തോന്നുന്ന എന്തെങ്കിലും പോരായ്മകൾ തോന്നിക്കഴിഞ്ഞാലും ആ ഒരു സാധനം അതേ രീതിയിൽ എടുക്കാനും ഇത്രയും എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് കുറച്ച് പാടാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈഗോ വരേണ്ടതാണ്. പുള്ളിക്ക് അതില്ല. അതാണ് എനിക്ക് തോന്നിയ ഒരു നല്ലൊരു കാര്യം. ഇപ്പം റീസെൻ്റ്ലി പുള്ളീൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പം എന്താണ് ജെൻസീൻ്റെ കാലങ്ങളാണ് നമ്മൾ പറയണത്. അപ്പം ഈ സമയമായപ്പോഴേക്ക് തന്നെ പുള്ളീൻ്റെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ മാറ്റങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു പുതിയൊരു പിട്ടാപ്പള്ളി എന്നുള്ളൊരു ഫീലിലേക്കാണ് അവല് ഇനി വരാൻ പോണ പിട്ടാപ്പള്ളീൻ്റെ 2 കാര്യമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ 36 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലെഗസി പിട്ടാപ്പള്ളിക്ക് ഉണ്ട്. പിന്നെ പിട്ടാപ്പള്ളി ഓൾമോസ്റ്റ് 80 സ്റ്റോഴ്സിൻ്റെ മുകളിൽ അക്രോസ് കേരള സ്റ്റോഴ്സ് ഉണ്ട്. അപ്പം ഈവൻ നമ്മളൊരു കൗണ്ടറിൽ ഒരു 20,000 കസ്റ്റമർ വെച്ച് നോക്കിയാൽ പോലും ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ ഒരു 3/4 കസ്റ്റമർ പിട്ടാപ്പള്ളി എപ്പോഴെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ട്രസ്റ്റഡ് കസ്റ്റമർ ആയിരിക്കും. അപ്പം അതുതന്നെയാണ് പിട്ടാപ്പള്ളീൻ്റെ സ്ട്രെങ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ലെഗസി ഫെസ്റ്റ് സക്സസ് ആവട്ടെ. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ എന്നുള്ള ആശംസകൾ.